16ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരവും തുടർന്നു വരുന്ന ഭരണമാറ്റവുമാണ് 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഒരു സ്വഭാവം എന്ന് പറയാം. 2021 ഇതിനു വിരുദ്ധമായി ഭരണ തുടർച്ചയുണ്ടായി. LDF ഭരണ തുടർച്ചയുണ്ടായി. 2026 തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടം അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന ഇത്. എന്ത് തോന്നുന്നു, എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം? നമ്മൾ പലപ്പോഴും ഈ എല്ലാവരും കാണുന്ന 2021 ഭരണ തുടർച്ചയാണ്. ഈ 2001 ഭരണ തുടർച്ച എന്ന് പറയുന്നത് നമ്മൾ അതുവരെ വന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കോവിഡിൻ്റെ സാഹചര്യമാണ്. കോവിഡിൻ്റെ സാഹചര്യം അത് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം. അത് ഈ ലോകത്ത് എവിടെ എടുത്താലും അതുപോലെ ഒരു കലാമിറ്റി വരുമ്പോൾ, അതുപോലെ ഒരു സാഹചര്യം അസാധാരണ സാഹചര്യം വരുമ്പോൾ അവിടെ ആ സന്ദർഭത്തിൽ ഒരു ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ റോളുള്ളൂ. പ്രതിപക്ഷത്തിനോ മറ്റ് ആളുകൾക്കൊന്നും അവിടെ റോളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ശക്തനായ ഭരണാധികാരിയും കൂടെ ആണെങ്കിൽ ആ ഒരു ആളിലേക്ക് ആളുകൾ അതിനെ കാര്യമായി കാണും. അപ്പോൾ ആ നിലയിൽ അതിലേക്ക് ഉറ്റുനോക്കുന്ന അതെ ആ നിലയിലേക്ക് പിന്നെ അവർക്ക് അന്ന് ആ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളെ നല്ലപോലെ പ്രചരിപ്പിക്കാനും പറ്റും. പക്ഷേ പ്രതിപക്ഷത്തിന് ഒരുപാട്, അല്ലെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഈ കാര്യങ്ങൾ അതിനകത്ത് വീഴ്ചകളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും ആ സമയത്ത് അതിനോട് പ്രതികരിക്കുകയോ അതിനെപ്പറ്റി ആക്ഷേപം ഉന്നയിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ ഒരു ഔചിത്യവും ഇല്ലായ്മ ജനങ്ങൾ കാണും. അപ്പം നിർബന്ധിതരാകുകയാണ് പ്രതിപക്ഷം നിശബ്ദരാകാൻ. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക സാഹചര്യം 2021 തെരഞ്ഞെടുപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ 2021 ഭരണവിരുദ്ധ വികാരം വളരെ കുറവായിരുന്നു. ആ കാലത്ത് പ്രതിപക്ഷ നേതാവെന്ന ഒരു വ്യക്തി ഒറ്റപ്പെട്ട ചില വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിലും അതിനെ ഒരു ടീം എന്ന നിലയിൽ പ്രതിപക്ഷത്തിനൊന്നും അത് ഉയർത്തിക്കൊണ്ട് വന്ന് അതിന് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യത ആർജിക്കാൻ പറ്റിയില്ല. നേരെ മറിച്ച് സാഹചര്യവുമായിരുന്നില്ല. നേരെ മറിച്ച് ഗവൺമെൻറ്റിന് ചെയ്ത കാര്യങ്ങൾ ഈ കാര്യത്തെ അതിജീവിക്കാനായി ശക്തമായൊരു ഭരണകൂടം എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നൊരു തോന്നൽ, ഒരു പ്രതീതി ഉണ്ടാക്കാൻ അതിൽ ഗവൺമെൻറ് വിജയിച്ചു. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ആ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യം, അതിലെ ഒരു ആനുകൂല്യം ഗവൺമെൻറ്റിന് കിട്ടി. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ആ നിലയിൽ ഇല്ലാതെ വന്നു. അതാണ് യഥാർത്ഥത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന്